السلام عليكم ورحمة الله وبركاته. حبيباയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, ഖസ്ലതാനി മൻ കാനതാ ഫീഹി കതബഹുല്ലാഹു ശാകിറൻ സ്വാബിറാ. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവൻ നന്ദിയുള്ളവനും നല്ല ക്ഷമയുള്ളവനുമാണ് എന്ന് അല്ലാഹു രേഖപ്പെടുത്തും. ശാകിരീങ്ങളുടെയും സ്വാബിരീങ്ങളുടെയും കൂട്ടത്തിൽ അല്ലാഹു അവനെ ഉൾപ്പെടുത്തും എന്ന് പറയുന്നു. വമൻ ലം തകൂനാ ഫീഹി ലം യക്തുബഹു ശാകിറൻ സ്വാബിറാ. രണ്ട് കാര്യം ഒരു മനുഷ്യനിൽ ഇല്ലെങ്കിൽ ശാകിരീങ്ങളുടെ കൂട്ടത്തിലും സ്വാബിരീങ്ങളുടെ കൂട്ടത്തിലും ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിലും അവനെ ആ രണ്ട് കാര്യം ഇല്ലാത്തവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുകയും ഇല്ല. ആ കാര്യങ്ങൾ മാത്രം പറയാം. ഹദീസ് കുറച്ച് വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും തന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കുകയും ആ മനുഷ്യനെ പിന്തുടരുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശാകിരീങ്ങളുടെയും സ്വാബിരീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ അവൻ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇവന് നൽകിയ കാര്യത്തിൽ ഹംദ് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അവനെ ശാകിരീങ്ങളുടെയും സ്വാബിരീങ്ങളുടെയും കൂട്ടത്തിൽ പെടുത്തും. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ള ആളുകളിലേക്കാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട് തന്നിട്ടുണ്ടാകും. എന്നാൽ ദുനിയാവിന്റെ വിഷയമാണല്ലോ നമ്മുടെ വീട്. ആ വിഷയത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നോക്കേണ്ടത്, പടച്ചവനെ എനിക്ക് കയറി കിടക്കാൻ ഒരു വീടെങ്കിലുമുണ്ട്. ഒരു വീട് പോലും ഇല്ലാതെ കടകളുടെ തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്, നീ എത്ര വലിയ ഔദാര്യമാണ്, എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് നൽകിയത്. നല്ലൊരു വീട്, കയറി കിടക്കാൻ പറ്റിയ വീട് നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ നോക്കേണ്ടത് മുകളിലുള്ള ആളുകളിലേക്കാണ്. പടച്ചവനെ, ഈ മനുഷ്യൻ എല്ലാ ദിവസവും ഒരൊറ്റ വഖ്തും ജമാഅത്ത് മുടക്കാതെ പള്ളിയിൽ കൃത്യമായി പോകുന്നുണ്ടല്ലോ അദ്ദേഹം. എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ, എനിക്കും വേണമല്ലോ പള്ളിയിലേക്ക് പോവുക എന്ന നിലയ്ക്ക് ഈ ദീനിന്റെ വിഷയത്തിൽ മറ്റുള്ളവരെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കി അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്താൽ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു അവനെ ശാകിരീങ്ങളുടെ കൂട്ടത്തിലും സ്വാബിരീങ്ങളുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നേരെ തിരിച്ചു ചെയ്താൽ ദീനിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യൻ അതേ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയാൽ, എന്ന് പറഞ്ഞാൽ ദീന്, ഞാൻ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നുണ്ടല്ലോ, അദ്ദേഹം തറാവീഹിന് പോകുന്നില്ലല്ലോ, അപ്പൊ ഞാൻ തന്നെയാണ് ലക്ഷ്യമെന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അല്ലാതെ സുബഹിക്ക് ജമാഅത്തിന് പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്തർക്ക് ഞാൻ ജമാഅത്തിന് പോകുന്നുണ്ടല്ലോ, അദ്ദേഹം തീരെ ജമാഅത്തിന് പോകുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ ദീനിന്റെ വിഷയത്തിൽ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയാൽ അവനെ അല്ലാഹു ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അതുപോലെ തന്നെ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യന് മുകളിലേക്കുള്ള ആളുകളിലേക്ക് നോക്കുകയും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രണ്ട് നിലയുള്ള വീട് കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് ചെറിയ ഒരു നിലയുള്ള വീടാണല്ലോ തന്നത്. വല്ലാത്ത ടെൻഷൻ അടിക്കുകയും ചെയ്തു. എനിക്കത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യവും നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു അവനെ ശാകിരീങ്ങളുടെ കൂട്ടത്തിലും സ്വാബിരീങ്ങളുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തുകയില്ല എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലാഹുവിന്റെ ശാകിരീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നതാണ്. അതിന് വിഘാതമാണ് നമ്മുടെ ഈ ചിന്ത എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെയും ദുനിയാവിന്റെയും വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിൽ ചിന്തിച്ച് നല്ല ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഗ്ഫിറത്തിന്റെ മത്തിൽ എല്ലാ മഗ്ഫിറത്തും ലഭിച്ച നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.